ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ തമ്പനയിൽ കണ്ട പോലെ തന്നെ IT സ്കൂൾ GNU ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെ നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ്. സോ ഇത് ഞാൻ ചെയ്യുന്നത് വിൻഡോസ് കളയാതെ തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. രണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഡ്യുവൽ ബൂട്ട് ആയിട്ടല്ല ചെയ്യുന്നത്. ഞാൻ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന പെൻഡ്രൈവിനകത്താണ്. സോ പെൻഡ്രൈവിൽ നിന്ന് ബൂട്ട് ചെയ്ത് അത് യൂസ് ചെയ്യാം. ലാഗോ അങ്ങനെയൊന്നുമില്ല, ഫുൾ അപ്ലിക്കേഷൻ അതിനകത്ത് വരുന്നുമുണ്ട്. സോ പെൻഡ്രൈവിനകത്താണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പെൻഡ്രൈവ് ബൂട്ട് ചെയ്ത് ഇത് കിട്ടും, മറ്റേ ഞങ്ങളുടെ നോർമൽ പെൻഡ്രൈവ് ഊരി ബൂട്ട് ചെയ്ത വിൻഡോസ് കിട്ടും. സോ അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു 2 ഫയൽസ് ഡൗൺലോഡ് ചെയ്യണം. അതായത് റൂഫസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കയറ്റാനുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് IT സ്കൂളിൻ്റെ ഈ GNU ലിനക്സിൻ്റെ ISO ഫയലും ഡൗൺലോഡ് ചെയ്യണം. സോ അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ രണ്ടിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ നിങ്ങൾ നേരെ ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഡൗൺലോഡ് റൂഫസ് എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ഡൗൺലോഡ് റൂഫസ് എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ റൂഫസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ടാവും, rufus.ie എന്ന് പറയുന്ന ഇതിൽ. സോ അത് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് റൂഫസിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ കാണാം. ഇത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. then അതിനുശേഷം നിങ്ങൾക്ക് ഇനി മറ്റേ ഉബുണ്ടുയുടെ ISO ഫയൽ ഡൗൺലോഡ് ചെയ്യണം. അതിനുവേണ്ടി IT സ്കൂൾ ഉബുണ്ടു GNU ലിനക്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് കാണുന്നത് തന്നെ കേരള മോഡൽ ഓപ്പൺ സോഴ്സ്. ഓക്കെ, ഇതാണ് ഡെസ്ക്ടോപ്പിൻ്റെ അതിൻ്റെ ഇൻ്റർഫേസ് ഇതാണ്. അപ്പോൾ ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ISO ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. സോ ഇത് രണ്ടും ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ 2 ഫയൽസ് നിങ്ങൾക്ക് കിട്ടും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഏത് USB-യിലേക്കാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുന്നത് ആ ഒരു USB ഡ്രൈവ് കണക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 32 GB ഒരു USB ആണ് ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് നിങ്ങൾ റൂഫസ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയൊരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇങ്ങനെയൊരു വിൻഡോ ഓപ്പൺ ആയി വരും. സോ ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഡിവൈസ് എന്നുള്ളതിൽ നിങ്ങളുടെ USB ഡ്രൈവ് സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ ഇവിടെ സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടാകും, ബൂട്ട് സെലക്ട്. സോ ഒന്നെങ്കിൽ സെലക്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇതിനകത്ത് നിന്നും ഫയൽ സെലക്ട് ചെയ്യുക ആണല്ലോ, അല്ലെങ്കിൽ നേരെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താലും മതി. ഓക്കെ, അതിനുശേഷം ഇവിടെ പാർട്ടീഷൻ സ്കീം എന്ന് കാണും. സോ അതെന്താണ് സെലക്ട് ചെയ്യേണ്ടത്, അതായത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ പാർട്ടീഷൻ ഏതാണെന്ന് നോക്കണം, ഡിസ്കിൻ്റെ. സോ അതെങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ സെർച്ചിൽ പോയി ഡിസ്ക് പാർട്ട് എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക് മാനേജ്മെൻറ്റ് എന്ന് സെർച്ച് ചെയ്താലും മതി. അപ്പോൾ ഇതെങ്ങനെയൊരു വിൻഡോ കിട്ടും. സോ ഇവിടെ ഇതാ നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്ന ഡ്രൈവ് ഒക്കെ ഇവിടെ കാണിക്കും. സോ ഒന്നാമത്തെ ഇത് ബേസിക്കലി ഇതിൻ്റെ SSD ആണ്. സോ ഇവിടെ താഴെ കാണുന്നതാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്ന പെൻ ഡ്രൈവ്. സോ അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം പ്രോപ്പർട്ടീസ് എന്ന് പോവുക. ഓക്കെ, അപ്പോൾ ഇവിടെ മുകളിലുള്ള കുറച്ച് ടാബിനുണ്ടാകും, അതിന് വോളിയം എന്ന് പറയുന്ന ടാബിൽ പോവുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ പാർട്ടീഷൻ സ്റ്റൈൽ ഏതാണെന്നുള്ളത്. അപ്പോൾ ഇത് GPT ആണ്, എൻ്റെ SSDയും GPT തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഇതിൻ്റെ പാർട്ടീഷൻ സ്റ്റൈൽ ഏതാണെന്ന് നോക്കി അതാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ GPT സെലക്ട് ചെയ്യുന്നു. പിന്നെ ബാക്കിയെല്ലാം ഡീഫോൾട്ടായി വെച്ചേക്കുക. ദെൻ സ്റ്റാർട്ട് എന്ന് പറയുന്നൊരു ബട്ടൺ കാണും ഇവിടെ താഴെ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും. സോ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു വാർണിംഗും കൂടി വരും. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ഒരു USB-ക്കകത്ത് എന്തെങ്കിലും ഡാറ്റ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ആയി പോകും. സോ അതിന് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ റെഡി ആയിട്ടുള്ളൊരു USB വേണം സെലക്ട് ചെയ്യാൻ. ഇനി ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കും, അതുകൊണ്ട് ഇത് ഞാൻ സ്പീഡ് ചെയ്യുകയാണ്, ഫാസ്റ്റാക്കി കളയാണ്.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ബൂട്ട് മെനുവിൽ കയറി നിങ്ങളുടെ ഇതിനകത്ത് നിന്ന് USB നിന്ന് ബൂട്ട് ചെയ്യുക. സോ അത് നിങ്ങൾക്ക് ബൂട്ട് കീ അറിയില്ലെങ്കിൽ കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഞാനിത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്. അഡ്വാൻസ് സ്റ്റാർട്ടപ്പ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതവിടെ റീസ്റ്റാർട്ട് നൗ എന്നുള്ളൊരു ബട്ടൺ കാണും, ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡർ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി ഞാൻ ക്യാമറയിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് ഈ റീസ്റ്റാർട്ട് നൗ എന്നുള്ള ബട്ടൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് നേരെ അഡ്വാൻസ് സ്റ്റാർട്ടപ്പിലേക്കായിരിക്കും പോകുന്നത്. സോ അപ്പോൾ ഇവിടെ ഈ ഒരു ബൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമല്ല, മറ്റു കുറച്ച് ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ അത് കാണിക്കാനാണ് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒരു ഓപ്ഷൻ വരും. സോ അപ്പോൾ ഇതിനകത്ത് സെക്കൻഡിലത്തെ ഓപ്ഷൻ ഉണ്ടാകും, യൂസ് എ ഡിവൈസ്, അത് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ബൂട്ടബിൾ ഡിവൈസ് ഒക്കെ കാണുന്നുണ്ട്. ഫസ്റ്റിലത്തെ ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ SSD നിങ്ങൾ കണക്ട് ചെയ്തത്, സെക്കൻഡിലത്തേത് USB ഡ്രൈവ് ആണ് കാണുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പേജ് നിങ്ങൾക്ക് കിട്ടും. സോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു പേജ് കിട്ടും, ട്രൈ ചെയ്യണോ അതോ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അതൊന്നും വിട്ടേക്കോ, മെയിൻ ചെയ്യേണ്ട. അപ്പോൾ തനിയെ ലോഡായി വന്നോളും. സോ ഫസ്റ്റ് ബൂട്ട് കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടോ ഒരു ചെറിയൊരു ബൂട്ട് സൗണ്ട് കേൾക്കാൻ സാധിക്കും. സോ ഇപ്പോൾ അത് കേൾക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഇത് മൈക്രോഫോൺ കണക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ഉബുണ്ടു സക്സസ്ഫുള്ളായി ഇൻസ്റ്റാളായി വന്നിട്ടുണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് വേറെ ഒരു പ്രശ്നമുണ്ട്, കാരണം ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ ഉണ്ടല്ലോ ഇൻസ്റ്റാൾ ഉബുണ്ടു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇതുണ്ട്. സോ അപ്പോൾ അത് മാറ്റണം. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അത് പ്ലേസസിൽ പോയി ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്തു. then എന്നെ അത് കട്ട് ചെയ്ത് നേരെ ഇതിനകത്തോണ്ട് കോപ്പി ചെയ്ത് വെച്ചേക്കുക. ഡെസ്ക്ടോപ്പിൽ നിന്ന് മാറ്റുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് കംപ്ലീറ്റ്ലി വർക്കിംഗ് ആണ്. ഞാൻ ഓൾറെഡി ചെക്ക് ചെയ്ത് കഴിഞ്ഞായിരുന്നു. സോ എല്ലാ ആപ്ലിക്കേഷൻസും റൺ ചെയ്യുന്നുണ്ട്.